ഇന്ന് നമ്മൾ പോയത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ എക്സ്പോ നടക്കുന്ന എടക്കരയിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ട്രെൻഡിങ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യകന്യകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു എക്സ്പോ തന്നെയാണിത്. അങ്ങനെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് മെയ് 4 വരെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളിൽ ഒരുപാട് പക്ഷികൾ, അതേപോലെ തന്നെ ചെറിയ ചെറിയ മൃഗങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ വേറൊരു ഇത് കണ്ടത് ഒട്ടക പക്ഷിയാണോ യമു ആണോ എന്നറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യ്. ഇത് യമു ആണോ അതോ ഒട്ടക പക്ഷിയാണോ? എന്തായാലും അതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങളിങ്ങനെ കയറി ഒന്നിങ്ങനെ കറങ്ങി റൗണ്ട് അടിച്ച് മൊത്തം ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഫാമിലീസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. ലവ് ബേഡ്സ്, ഒരുപാട് കിളികളുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സെൽഫി എടുക്കാം. ലവ് ബേഡ്സിൻ്റെയൊക്കെ ഒരു കമനീയ ശേഖരം തന്നെ കേട്ടോ അവിടെ. ലവ് ബേഡ്സൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കാം, ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അക്വേറിയത്തേക്കാണ്. അക്വേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് 2 സൈഡിലും ഇഷ്ടം പോലെ മീനുകൾ, നല്ല കളർ മത്സ്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ അരാപ്പൈമ, നമ്മൾ കാണാത്ത ഒരുപാട് ഐറ്റംസ്. ഇത് കണ്ടാൽ ലൈറ്റാണെന്ന് തോന്നുന്നു. ലൈറ്റല്ല കേട്ടോ, അത് മീനുകളാണിത്. നല്ല അടിപൊളി ഇഷ്ടം പോലെ മീനുകളുണ്ട്. പല ജാതി പല വെറൈറ്റി മീനുകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കണ്ടിങ്ങനെ ഫുള്ള് റൗണ്ട് അടിച്ച് ഇങ്ങനെ നടന്നു. ഒരുപാടുണ്ട്, ഏരിയ അത്യാവശ്യമുണ്ട് കാണാനൊക്കെ. അവിടെ ഒരുപാട് ആളുകൾ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ. എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ മത്സ്യകന്യകയൊക്കെയുള്ള ഏരിയയ്ക്ക് എത്തുക. അപ്പോൾ ഇത് ഈ ഒരു സൈഡിലാണ് അത് കാണുന്നത്. ഇതിൽ നമ്മൾ നേരെ ഉള്ളിലേക്കാണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തുരങ്കം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ താഴെ നിന്നും മേലെ നിന്നും സൈഡിൽ കൂടെയൊക്കെ മീനുകളൊക്കെ പോകണത് കാണാം. അപ്പോൾ ഫോട്ടോസ് എടുക്കുക, സെൽഫി എടുക്കുക. ഒരുപാട് ആൾക്കാർ റീൽസിനൊക്കെ ഉള്ളൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടോ എത്ര ടൈപ്പ് മീനുകളാണ്, പല ജാതി, വല്ലാത്ത ജാതി തന്നെ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ. എന്തായാലും സംഭവം വെറൈറ്റിയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ കാര്യങ്ങളൊന്നും പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാട്ട്, അതേപോലെ തന്നെ സൗണ്ടൊക്കെയാണ്. എന്തായാലും അവിടുന്നൊക്കെ ഇങ്ങനെ കയറി നേരെ നമ്മൾ എന്ത് ചെയ്തു, ഈ തുരങ്കം വഴി ഉള്ളിലേക്ക്. അതൊരു അടിപൊളി തന്നെ കേട്ടോ. അതായത് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുകളിലൊക്കെ മീനുകൾ ഇങ്ങനെ നിൽക്കുക. എന്താ, പണ്ട് ദുബായിലൊക്കെ ഉള്ള സമയത്ത് ദുബായിലൊക്കെ ടണൽ പോലെ അതേപോലെ കണ്ടിട്ടുണ്ട്. ഈ പോണത് അരാപ്പൈമയാണ്. ഒരുപാട് ഫാമിലീസ് ഉണ്ട്, അതേപോലെ കുട്ടികളൊക്കെ ഉണ്ട്. എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ്. അപ്പോൾ മെയ് 4 വരെയാണ് ഉള്ളത് എക്സ്പോ. അപ്പോൾ എല്ലാ ആളുകളും എന്ത് ചെയ്യുക, പോകുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇവനെങ്ങനെ ഉണ്ട്, ഒരു വെറൈറ്റി അല്ലേ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു, ഉള്ളിലേക്ക് പോയി. അവിടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. ഇതാണ് മത്സ്യകന്യക. സംഭവം മത്സ്യകന്യക എന്നൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ആദ്യം കരുതുക സംഭവം മനുഷ്യന്മാർ തന്നെയാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റിയാണ്. എത്ര നേരമാണ് ഇവർ ഈ വെള്ളത്തിൽ നിൽക്കുക. കുറേ താഴേക്ക് മേലേക്കൊക്കെ പോയി മേലെന്ന ശ്വാസം വിടുന്നതെന്ന് തോന്നുന്നു. നല്ല വെറൈറ്റി പല മോഡലുകളിലൊക്കെ ഓരോന്നോരോന്നും ഇങ്ങനെ കാണിച്ച് ഒരു വല്ലാത്തൊരു വൈബ് തന്നെ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, അവിടെ നേരെ ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പലതരം സ്റ്റാളുകളുണ്ട്. അതിൽ നേരെ പോയത് ഒരു വാക്യൂം ക്ലീനറൊക്കെ, അതായത് പല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും, പായൽ നീക്കാൻ പറ്റും, അങ്ങനത്തെ വാക്യൂം ക്ലീനർ, അതിൻ്റെ ഒരു സ്റ്റാളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു, പരിചയപ്പെട്ടു. പിന്നെ നേരെ തൊട്ടപ്പുറത്ത് അക്യുപഞ്ചറിൻ്റെ മെഷീന് കൊടുക്കുന്നൊരു സ്റ്റാളുണ്ട്. ഇപ്പോൾ നടുവേദനയ്ക്കും അതിനൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഈ മെഷീൻ വാങ്ങിയിട്ട് ഉപയോഗിച്ചാൽ നടക്കും. പിന്നെ വള, മാല അങ്ങനത്തെയൊക്കെ വിൽക്കുന്ന ഒരിത്. പിന്നെ ഐസ്ക്രീം കൗണ്ടർ ഉണ്ട്. അതുമാത്രമൊന്നുമല്ല, നല്ല ഹലുവയൊക്കെ കൊടുക്കുന്ന, അതേപോലെ ബേക്കറി ഐറ്റംസ്, അങ്ങനത്തെ ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ ഉള്ളിൽ. പോപ്കോൺ,
പിന്നെ നല്ല കരിപ്പെട്ടി കിട്ടും, ശർക്കര പനം കരിപ്പെട്ടി. പിന്നെ കുട്ടികൾക്ക് ബബിള്. അപ്പോൾ എൻട്രി ഫീസ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. നമുക്ക് ഈ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉള്ളിൽ കൂടെ നടന്നിട്ട് എല്ലാം കാണാം. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ മാത്രം അതിന് സെപ്പറേറ്റ് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഉള്ളിലെ റൈഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പേ ചെയ്യണം. അപ്പോൾ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കണ്ടിട്ട് ഇങ്ങനെ നടക്കാം. അങ്ങനെ ഞങ്ങൾ നേരെ പോയി നല്ല ഹലുവ, കോഴിക്കോടൻ ഹലുവ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് മോതിരത്തിൽ പേരെഴുതി കൊടുക്കുന്നത് കണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് മോതിരത്തിൽ പേരെഴുതിയിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ ഹലുവേൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നല്ല കോഴിക്കോടൻ ഹലുവ കൊടുക്കണതാണ്. അവിടെ നേരെ എന്ത് ചെയ്തു, അപ്പുറത്ത് നേരെ അടുത്ത സ്റ്റാളിൽ പോയി. അപ്പോൾ മോതിരത്തിന് പേരെഴുതി കൊടുക്കണം. അപ്പോൾ ശ്രീകുട്ടിക്കും നന്ദൂട്ടിക്കും 2 മോതിരവും. അപ്പോഴാണ് അവിടെ എഴുതി വെച്ചത് കണ്ടത് കാത് കുത്തി കൊടുക്കുന്നുണ്ടെന്ന്. എന്നാൽ പിന്നെ ശ്രീകുട്ടൻ എന്ത് ചെയ്യുക, ഒരു കടുക്കനിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ശ്രീകുട്ടന് കടുക്കനിട്ട് കൊടുക്കാൻ വേണ്ടി ചെവിയിൽ മാർക്ക് ചെയ്യണതാണ് ഈ കണ്ടത്. സംഭവം ശ്രീകുട്ടന് മനസ്സിലായില്ല, വേദനയൊക്കെ ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. എന്നാൽ കിടക്കട്ടെ, 50 രൂപയുള്ളൂ കേട്ടോ കാത് കുത്തുന്നതിന്. അങ്ങനെ നേരെ ചെവിയിൽ മാർക്ക് ചെയ്ത് മെഷീനും കൊണ്ട് കാത് കുത്തി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നേരെ എന്ത് ചെയ്ത് മെഷീൻ വെച്ചിട്ട് സംഭവം ആണോ, ചെറിയൊരു വേദന, ഒരു തരിപ്പ് പോലെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടോ. അങ്ങനെ സ്റ്റഡൊക്കെ ഇട്ട് കൊടുത്തു. സംഭവം എന്തായാലും അടിപൊളിയായി. ഇനി നല്ലൊരു ചെറിയൊരു കടുക്കന്, കല്ല് വെച്ചൊരു കടുക്കന് വാങ്ങിക്കൊടുക്കണം. ലോക്കലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കാതു പഴുക്കും. പിന്നെ ശ്രീകുട്ടിക്കും നന്ദൂട്ടിക്കും അടിപൊളിയായിട്ട് മോതിരത്തിൽ പേരും എഴുതി കൊടുത്തു. ശ്രീകുട്ടൻ്റെ സംഭവം കടുക്കൻ അടിപൊളിയായിട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട്. എന്തായാലും അപ്പോൾ അതും കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നല്ല ബജി, മുളക് ബജി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വാങ്ങിയത് ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. അമ്മ ആദ്യം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ അമ്മയെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അത് മസാലപൂരിയാണ് കേട്ടോ. മസാലപൂരി വരുന്നത് ഒന്നിന് 60 രൂപയാണ്. അങ്ങനെ ഞങ്ങളൊരു 3 മസാലപൂരിയും വാങ്ങി, കുട്ടികൾക്ക് ഐസ്ക്രീമും വാങ്ങിക്കൊടുത്തു. കാരണം മസാലപൂരി ആകുമ്പോൾ അത്യാവശ്യം എരി കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഐസ്ക്രീം മതി എന്ന് പറഞ്ഞ് കുട്ടികൾ മസാലപൂരി കൊടുത്തപ്പോൾ പിന്നെ നിമിഷയ്ക്ക് തിന്നാൻ മസാലപൂരി ഇല്ല. അവസാനം അവർക്ക് തന്നെ വാരി കൊടുക്കേണ്ട അവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് മസാലപൂരിയും കഴിച്ചിട്ട് നേരെ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്ത് ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. അതേപോലെ റൈഡുകളും ഒരുപാടുണ്ട്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്, അതാണ് മെയിൻ. അങ്ങനെ ഞങ്ങൾ നേരെ പോയി, ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയത്. അപ്പോൾ നേരെ പോയി, ഇത് നമ്മുടെ സെൽഫി റീൽസിനൊക്കെ എടുക്കുന്നത്, അതായത് 2 ആൾ കയ്യൊക്കെ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് കറങ്ങുന്ന ടൈപ്പ്, ഇതാ അവിടെ മോണിറ്ററിൽ കാണുന്നുണ്ട്. ആ ടൈപ്പ് റീൽസൊക്കെ എടുക്കാൻ പറ്റിയതാണ്. പിന്നെ ഒരുപാട് റൈഡുകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ടു. അതേപോലെ പിന്നെ ഇത് പൊട്ടാറ്റോ ട്വിസ്റ്റർ, നമ്മുടെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ. പൊട്ടാറ്റോ ഇങ്ങനെ കറക്കിയിട്ട് കിഴങ്ങിൻ്റെ അത് പൊരിച്ചിട്ട് കൊടുക്കണ നല്ല വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നേരെ എന്ത് ചെയ്തു, അപ്പുറത്ത് ഗെയിമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. നേരെ ഗെയിമിംഗ് പോയിൻറ്റിൻ്റെ അവിടേക്ക് പോയി. 2-3 ടൈപ്പ് ഗെയിമുകൾ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഒന്നിലെന്തായാലും നമ്മളും പങ്കെടുത്തു കേട്ടോ. 7 റിങ് 50 രൂപ. ഇഷ്ടമുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യുക, എറിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിൽ ഒരു എക്സോ സോപ്പ് കിട്ടിയിട്ടോ. ഞാൻ ബൂസ്റ്റിനാണ് ലക്ഷ്യം വെച്ചത്. സംഭവം എന്തായാലും 50 രൂപ മുടക്കി 32 രൂപയുടെ ഒരു എക്സോ സോപ്പ് കിട്ടി. എന്തായാലും പോട്ടെ, ഇതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ നേരെ അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. എല്ലാം ഒന്ന് റൗണ്ട് അടിച്ച് ഇത് കാണാൻ തന്നെ വേണം ഏകദേശം 2 മണിക്കൂർ. 100 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം നടന്ന് കാണാം. പിന്നെ റൈഡിൽ കയറേണ്ട ആളുകൾക്കൊക്കെ കയറാം. അപ്പോൾ മെയ് 4-ാം തീയതി വരെ ഉള്ളൂ. മലപ്പുറത്ത് തന്നെ അത്യാവശ്യം വലിയൊരു എക്സ്പോയാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. നല്ല പുകയ്ക്കാൻ പറ്റിയ കുന്തിരിക്കവും അതേപോലത്തെ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങി നേരെ പുറത്തേക്ക്. പിന്നെ അവിടെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ആണ്. പുറത്ത് നല്ല വിശാലമായ പാർക്കിംഗ് ആണ്. അപ്പോൾ പാർക്കിങ്ങിനൊന്നും ഫീസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയത് അവിടെ സൈഡിലാണ്. നേരെ പോയി നമ്മൾ വണ്ടി എടുത്തു. നേരെ പിന്നെ വീട്ടിലേക്ക്. എന്തായാലും ഒരു അടിപൊളി ഒരു അനുഭവം.